നല്ലൊരു ചിക്കൻ മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങയുടെ നീര് ഇതൊക്കെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നല്ല രീതിക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ അവിടുന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് മക്രോണി തയ്യാറാക്കിയെടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ടായിന്, അപ്പോൾ അതിലേക്ക് ഓയിൽ, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ഫ്ലേവറും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി അവിടുന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മക്കറോണി ഒന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ മക്കറോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പയിലാക്കി പാത്രത്തിലിട്ട് വെക്കാം. ഇനി ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു, അതും ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ പാസ്തയുടെ ഒരു മസാലയും കൂടി വാങ്ങിയിട്ടുണ്ടായിന്, അപ്പോൾ അതും ഇട്ട് കൊടുത്ത് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മസാലേൻ്റെ പച്ചമണം മാറി വരട്ടെ. ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതും നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ് എന്നിവ ഒഴിച്ചു കൊടുക്കാം. ഇനി അതും നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും കൂടി നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ മസാല വേവിച്ച് വെച്ച മക്രോണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇപ്പോൾ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.